ആഫ്രിക്കൻ രാജ്യമായ ഗാനയുടെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് അസമാവ് ജിയാൻ. തൻ്റെ ഗോൾ സ്കോർ മികവ് കൊണ്ടും ടെക്നിക്കൽ എബിലിറ്റി കൊണ്ടും ഏവരും ഇഷ്ടപ്പെടുന്ന ഒരു താരമായിരുന്നു അസമാവ് ജിയാൻ. വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത ആഫ്രിക്കൻ താരം മറ്റാരുമല്ല, അസമാവ് ജിയാനാണ്. കാമറൂണിൻ്റെ ഇതിഹാസ താരമായിട്ടുള്ള റോജർ മില്ലയെ മറികടന്ന് 6 ഗോളുകൾ നേടി ഇന്നും ഈ റെക്കോർഡ് അസമാവ് ജിയാൻ്റെ പേരിലാണ്. വർഷം 2010 ലോകകപ്പിൽ ടൂർണമെൻറ്റിലുടനീളം നായകൻ എന്ന ലേബലിൽ ഇതിഹാസ താരമാകേണ്ടിയിരുന്ന അസമാവ് ജിയാൻ ഒടും തന്നെ എങ്ങനെയാണ് വില്ലനായി മാറിയത്? സൗത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പിൽ ഗാന ടൂർണമെൻറ്റിലെ ഫേവറിറ്റുകളായിരുന്നില്ല. പക്ഷേ ജർമ്മനിയും ഓസ്ട്രേലിയയും സെർബിയയും അടങ്ങുന്ന ഗ്രൂപ്പിൽ അവർ 2ാം സ്ഥാനക്കാരായി റൗണ്ട് ഓഫ് 16ലേക്ക് കടന്നു. റൗണ്ട് ഓഫ് 16 അസമാവ് ജിയാൻ്റെയും ബോയ്റ്റിങ്ങിൻ്റെയും ഗോളിൻ്റെ ബലത്തിൽ അമേരിക്കയെ 2-1 വീഴ്ത്തി അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തു. ക്വാർട്ടർ ഫൈനലിൽ അവരുടെ എതിരാളികൾ ഡീകോ ഫോർലാൻഡ് ഉറുഗ്വേയായിരുന്നു. ഉറുഗ്വേയെ ക്വാർട്ടറിൽ നേരിട്ട് അവർ തെല്ലും ഭയമില്ലാതെയായിരുന്നു നേരിട്ടത്. ആദ്യ പകുതിയിൽ ഗാന താരം മുന്താരിയുടെ ഗോളിൽ അവർ മുന്നിലെത്തി. ഈ മത്സരത്തിൽ വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ജയിച്ചാൽ സെമിയിലേക്ക് എത്തുന്ന ആദ്യ ആഫ്രിക്കൻ ടീമായിരിക്കും ഗാന. പക്ഷേ കളിയുടെ 55ാമത്തെ മിനിറ്റിൽ തന്നെ ഡീകോ ഫോർലാൻഡ് കിടിലൻ ഒരു ഫ്രീ കിക്കിലൂടെ ഗാനയ്ക്കെതിരെ ഇക്വലൈസർ പിടിച്ചു. പിന്നീട് ഗാന താരങ്ങൾ തിരിച്ചടിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടുപോയിരുന്നു. ഗോൾ കണ്ടെത്താനുള്ള ഗാന താരങ്ങളുടെ കൂട്ടപ്പൊരിച്ചിലിനൊടുവിൽ വലയിലേക്ക് കടക്കേണ്ടിയിരുന്ന പന്തിനെ ലൂയിസ് സുവാരസ് സ്വന്തം കൈകൾ കൊണ്ട് തടഞ്ഞിട്ടു. ഇതിന് തക്കമായ ശിക്ഷ എന്ന വണ്ണം ലൂയിസ് സുവാരസിന് റഫറി റെഡ് കാർഡ് കാണിച്ചു. ഫുട്ബോൾ ഫാൻസ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, ഗാന ആദ്യമായി സെമിയിലേക്ക് കടക്കുന്ന ആഫ്രിക്കൻ ടീം. 120ാമത്തെ മിനിറ്റിൽ കിട്ടിയ പെനാൽറ്റി ഗാന താരം അസമാവ് ജിയാൻ ഗോൾ പോസ്റ്റിന് മുകളിലൂടെ പറത്തിവിടുകയായിരുന്നു. ഒരുപക്ഷെ ഗാനയുടെ മാത്രമല്ല, എല്ലാ ആഫ്രിക്കൻ ടീമുകളുടെയും പ്രതീക്ഷയായിരുന്നു മുകളിലൂടെ പറന്നുപോയത്. ശേഷം മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി ഗാന ക്വാർട്ടറിൽ നിന്ന് പുറത്തായി ഉറുഗ്വേ നേരെ സെമിയിലേക്കും കടന്നു. ഒരേ സമയം ടൂർണമെൻറ്റിലുടനീളം ഗാനയുടെ നായകനായിരുന്ന അസമാവ് ജിയാൻ ഒടും തന്നെ വില്ലനായി മാറി. ഗാനയുടെ ചരിത്ര സ്വപ്ന നിമിഷങ്ങളെ തകർത്ത വില്ലനായി മാറി.